ഹായ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇപ്പോൾ 4 മാസമായി. വീഡിയോ ഇടാതിരുന്നത് എനിക്ക് ഹിസ്റ്റക്ടമി കഴിഞ്ഞിട്ട് ഇപ്പോൾ 3 മാസം ആവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോ ഇടാതിരുന്നത്. അപ്പോൾ പഴയ രീതിയിലുള്ള ജീവിതത്തിലോട്ട് തിരിച്ചു വരുന്നതേ ഉള്ളൂ. ചിട്ടകളെല്ലാം മാറിക്കിടക്കുകയാണ്. അതെല്ലാം ഇനി പതുക്കെ കൊണ്ട് തിരിച്ചു കൊണ്ടുവരണം. അപ്പോൾ രാവിലത്തെ നടത്തമൊക്കെ മുടങ്ങിക്കിടക്കുകയായിരുന്നു. പിന്നെയും വീണ്ടും നടത്തമൊക്കെ ആരംഭിച്ചു. നടക്കാനൊക്കെ പോയിട്ട് വന്നതിന് ശേഷം പിന്നെ ചായയ്ക്ക് വേണ്ടി കുറച്ച് പനിക്കൂർക്ക ഇലയും തുളസി ഇലയൊക്കെ പിച്ചെടുക്കുകയാണ്. അപ്പോൾ പല കൂട്ടുകാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ചായ ഇടുന്നത് എന്തിനാണെന്ന്. ഇപ്പം വീട്ടിൽ മോന് രാവിലെ എണീക്കുമ്പം തുമ്മൽ ഉണ്ടായിരുന്നു. കുറേ നേരം ഇങ്ങനെ എണീറ്റ് കഴിയുമ്പം തുമ്മൽ ഇങ്ങനെ നീണ്ടു നിൽക്കും. അപ്പോൾ ഇതേ രീതിയിൽ ചായയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ആ തുമ്മലൊക്കെ മാറ്റം വന്നത്. അതുപോലെ ചെറിയ തൊണ്ടവേദനയ്ക്കും ജലദോഷമൊക്കെ മാറാൻ ഇവിടെ ഞങ്ങൾക്കത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രയോജനമുണ്ട്. പിന്നെ എല്ലാവർക്കും ഇതേ രീതിയിൽ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇവിടെ ഞങ്ങൾക്ക് ഇങ്ങനൊരു പ്രയോജനം ഉണ്ടായതുകൊണ്ടാണ് ഈ രീതിയിൽ ചായ ഇടുന്നത്. അപ്പോൾ ഇതിൽ തുളസി ഇലയും പനിക്കൂർക്ക ഇലയും ഇഞ്ചി ഏലക്ക ഇതെല്ലാം ചതച്ചിടും. പിന്നെ പേരയില അതൊന്നും ഇടത്തില്ല, ഇടയ്ക്ക് പേരയിലൊക്കെ ഇട്ട് ചതച്ച് ചായ ഇടുന്നത്. അതുപോലെ തന്നെ ഈ ചായയിലും മധുരം ഇട്ടില്ലെങ്കിലും കുടിക്കാൻ പറ്റും. ഈ തുളസി ഇലയും പനിക്കൂർക്ക ഇലയും ഇഞ്ചിയൊക്കെ ചേരുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കൊണ്ട് നമുക്ക് മധുരം ഇട്ടില്ലെങ്കിലും ചായ കുടിക്കാൻ പറ്റും. അപ്പോൾ ചായക്കങ്ങ് വെക്കുകയാണ്. ഇപ്പോൾ വീട്ടിൽ ഞങ്ങൾ മാത്രമല്ല ഉള്ളത്, എൻ്റെ അച്ഛനും അമ്മയും അമ്മാമ്മയും ഉണ്ട്, അമ്മായിയുടെ അമ്മ. അപ്പം എല്ലാവർക്കും വേണ്ടിയുള്ള ചായക്കങ്ങ് വെക്കുകയാണ്. അപ്പോൾ ചായയൊക്കെ റെഡിയായി. പിന്നെ ചായ ഒഴിച്ച് എല്ലാവർക്കുമൊക്കെ കൊടുത്തു. അമ്മാമ്മയുടെ തലയൊന്ന് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഡ്രസ്സ് ചെയ്ത് അമ്മാമ്മയും വൃത്തിയാക്കിയൊക്കെ ചെയ്യുകയാണ് അമ്മ. അപ്പോൾ അമ്മാമ്മയ്ക്ക് 95 വയസ്സുണ്ട്. ഈ പണ്ടൊക്കെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു സ്വഭാവമാണ്. ഒരിടത്ത് അടങ്ങിയിരിക്കുന്ന ഒരു സ്വഭാവമായിരുന്നില്ല. ആ ഒരു ഓർമ്മയിലാണ് ഇപ്പോഴും ആളുടെ മനസ്സ്. എവിടെയെങ്കിലും ഇരുത്തിയാലോ കിടത്തിയാലോ ഒക്കെ പെട്ടെന്ന് ചാടി എണീക്കും. എപ്പോഴും ഒരാൾ കൂടെ വേണം. അപ്പോൾ അമ്മ ഇങ്ങനെ കിടത്തിയിട്ട് അപ്പുറത്തെ റൂമിലോട്ടൊന്ന് പോയിട്ട് വന്നപ്പോഴത്തേക്ക് അമ്മാമ്മ കട്ടിലേൽ നിന്ന് ഇറങ്ങാൻ ശ്രമിച്ചതാണ്. അപ്പം താഴെ വീണിട്ട് തല ചെന്നിങ്ങനെ കട്ടിലേലടിച്ചു. അപ്പോൾ അതിൻ്റെ മുറിവാണ്. അപ്പോൾ രാവിലെ അതൊക്കെ ഡ്രസ്സ് ചെയ്ത് അമ്മാമ്മയ്ക്ക് ചായയൊക്കെ കൊടുക്കുകയാണ്. അമ്മാമ ഇതാരാ? ആ ഇരിക്കുന്ന ആരാ? അതാരാ? മോളാണോ? ആ, എന്താ മോളെ പേര്? മോളെ പേരെന്തുവാ? പറഞ്ഞൂടെ?
ഇതാണ് അച്ഛനും സുഖമില്ലാതൊക്കെ ഇരിക്കുകയാണ്, അധികം പുറത്തൊന്നും പോകാറില്ല. അപ്പോൾ ചായയോടെയൊക്കെ കഴിഞ്ഞ് പിന്നെ കാപ്പിക്ക് വേണ്ടി പുട്ടാണ് തയ്യാറാക്കിയത്. അതൊക്കെ കഴിച്ചതിന് ശേഷം ഉച്ചക്കലത്തേക്ക് വേണ്ടുന്ന കുറച്ച് കോവയ്ക്ക ഒന്ന് അരിഞ്ഞ് വെക്കുകയാണ്. അപ്പം വേറെ കറിയൊന്നും വേണ്ട, തലേന്ന് കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് 2-3 ദിവസം അടുപ്പിച്ച് പുറത്തൊക്കെ പോകേണ്ട കുറേ ആവശ്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് ചിക്കൻ കറിയും 3 ദിവസത്തേക്കുള്ളതങ്ങ് വെച്ച് വെക്കുകയാണ്. അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും ഒന്ന് മുടങ്ങി കിടന്നുകൊണ്ട് ഇനി കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയൊക്കെ പോകുന്നുണ്ട്. ഇങ്ങനെ കറി 3 ദിവസത്തേക്കുള്ളത് തയ്യാറാക്കി വെച്ചു. പിന്നെ എന്തെങ്കിലും പച്ചക്കറി മതിയല്ലോ, അന്നേരം ഇങ്ങനെ കോവയ്ക്ക അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്താൽ മതിയല്ലോ. അങ്ങനെ കോവയ്ക്കൊക്കെ അരിഞ്ഞ് വെച്ച് പിന്നെ അതൊക്കെ അമ്മയങ്ങ് വെച്ചോളും. പിന്നെ ഞാൻ തലേന്ന് ചെയ്ത ചിക്കൻ കറിയും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തൊക്കെയാണ്. ഇങ്ങനെ 3 ദിവസത്തേക്ക് ഞാനങ്ങ് വെച്ച് വെക്കുകയാണ്. അപ്പം വെച്ചിട്ട് അന്നേരം തന്നെ തണുത്ത് കഴിയുമ്പോൾ 3 പാത്രത്തിലാക്കി അങ്ങ് ഫ്രീസറിൽ അങ്ങ് വെക്കും. പിന്നെ സമയത്ത് എടുത്ത് തിളപ്പിച്ചെടുത്താൽ മതിയല്ലോ. ചിക്കനൊക്കെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് അമ്മ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി എല്ലാം ഇട്ടു. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അത് നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കുകയാണ്. അപ്പോൾ കൗണ്ടർ ടോപ്പൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം വന്നപ്പോഴേക്ക് അമ്മ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് ചിക്കൻ കറിക്കുള്ള. പിന്നെ പോയി അടുപ്പൊന്ന് കഴുകി വൃത്തിയാക്കാനായിട്ട് പോയി. 2-3 മാസം കൊണ്ട് പുറത്ത് അടുപ്പിൽ പാചകമൊന്നും ഇല്ലായിരുന്നു. എല്ലാം ഗ്യാസിലാണ് വെക്കുന്നുണ്ട്. അതൊന്നും വൃത്തിയാക്കാതെ ഇട്ടിരിക്കുകയാണ്. എല്ലാം ഒന്ന് താളം തെറ്റി കിടക്കുകയാണ്. വീടെല്ലാം ഇനിയൊന്ന് വൃത്തിയാക്കി അടുക്കും ചിട്ടയിലോട്ട് കൊണ്ടുവരണം. അപ്പോൾ വന്ന് അടുപ്പ് കഴുകി വൃത്തിയാക്കുകയാണ്.
അടുപ്പെല്ലാം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചിക്കൻ കറിക്കുള്ളത് വെക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് പട്ടയും പെരിഞ്ചീരകവും ഇട്ട് കൊടുത്തു. അത് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ട് അത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് പെരിഞ്ജീരകവും ഗ്രാമ്പുവും ഏലക്കായും കൂടെ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം പിന്നെ അതിലേക്ക് ചെറിയ ഉള്ളി, സവാള, പച്ചമുളകും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അതിലേക്ക് കുറച്ച് ഉപ്പും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തു. അത് നന്നായിട്ട് വാടി വന്നപ്പോഴത്തേക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്ത് തക്കാളി നന്നായിട്ട് വെന്തുടയുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. തക്കാളി നന്നായിട്ട് വാടി വന്നപ്പോഴത്തേക്കും മുളക് പൊടി, മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു. മഞ്ഞൾപ്പൊടിയൊക്കെ നേരത്തെ ചിക്കനിൽ നന്നായിട്ട് ചേർത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി ചേർത്തില്ല. അപ്പോൾ ഇത് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഇളക്കിയെടുക്കുകയാണ്. അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുകയാണ്. ഈ തേങ്ങാക്കൊത്ത് നന്നായിട്ട് മൂപ്പിച്ചിടുന്ന അങ്ങനെ വേണ്ടവർ ആദ്യം അത് ചേർത്ത് കൊടുക്കുക. ഇത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇങ്ങനെ തേങ്ങാക്കൊത്ത് അധികം മൂപ്പിക്കാതെ അതിൽ കിടന്ന് വെന്തിട്ട് ആ തേങ്ങാക്കൊത്ത് എടുത്ത് കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് രണ്ടാം പാലാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കിയതിന് ശേഷം അതൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഒന്നാം പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നാം പാൽ ചേർത്തത് പക്ഷേ ഞാൻ വീഡിയോ എടുത്തപ്പോൾ കിട്ടിയില്ല. അപ്പോൾ തേങ്ങാപ്പാൽ കൂടുതൽ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അത് ആ തേങ്ങാപ്പാലിൽ കിടന്ന് വേകുമ്പം കുറച്ചുകൂടി നമുക്ക് നല്ല ടേസ്റ്റായിട്ട് കിട്ടും. ചിക്കൻ കറിയൊക്കെ തയ്യാറായിട്ടുണ്ട്. ഇറക്കാൻ നേരത്തെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇറക്കുകയാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ കറി വെച്ചിട്ട് പിറ്റേന്ന് ഒക്കെ എടുക്കുമ്പോൾ അത് നന്നായിട്ട് അതിൻ്റെ വെള്ളം വറ്റിച്ച് ഇളക്കി വരട്ടി എടുക്കുകയാണെങ്കിൽ അതൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇവിടെ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അതിൻ്റെ വെള്ളം നന്നായിട്ട് പറ്റിക്കും, ഇളക്കി അത് കരിയാൻ പാടില്ല. നല്ലതുപോലെ ഇളക്കി അതിൻ്റെ വെള്ളം പറ്റിച്ചിട്ട് അത് ആ ചിക്കനിലേക്ക് ആ ഗ്രേവിയൊക്കെ നന്നായിട്ട് കട്ടിയായിട്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ, അങ്ങനെ കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ്. ഞാനങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, തലേന്ന് തയ്യാറാക്കി വെച്ചിരുന്ന ഭാഗമാണ് ഈ കാണിച്ചത്. രാവിലെ കോവയ്ക്കൊക്കെ അരിഞ്ഞു കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ റെഡിയായി ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു. അങ്ങനെ പോയിട്ട് വന്നപ്പോൾ ഉച്ചയായിരുന്നു. അപ്പോൾ അമ്മാമ്മ കുളിയൊക്കെ കഴിഞ്ഞ് അമ്മ ഉച്ചക്കലത്തെ ഭക്ഷണം കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇതെൻ്റെ സഹോദരനും കുടുംബമാണ്.
അണ്ണൻ്റെ പേര് പ്രശാന്ത് എന്നാണ്, നാത്തൂൻ്റെ പേര് ഷീബ, മോള് ഭദ്ര, മോൻ ഭരത്. അണ്ണൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ASI ആയിട്ട് വർക്ക് ചെയ്യുന്നു. നാത്തൂന് നേഴ്സാണ്. മോള് ഡിഗ്രിക്ക് പഠിക്കുന്നു. മോന് 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പോൾ അണ്ണനൊക്കെ വന്നിട്ട് പോയി. പിന്നെ 2-3 ദിവസം കൊണ്ട് കുറച്ച് മുളകും മല്ലിയൊക്കെ കഴുകി ഉണക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ പൊടിപ്പിക്കാനായിട്ട് കൊണ്ടുപോയി. അത് പിറ്റേ ദിവസമാണ് കൊണ്ടുപോയത്. മുളകും മല്ലിയും മഞ്ഞളും അരിയൊക്കെ കൊണ്ടുപോയി പൊടിപ്പിച്ച് വെച്ചു.
ഇതെല്ലാം പൊടിപ്പിച്ച് വന്നപ്പോഴത്തേക്ക് അമ്മ ഇവിടെ നാരങ്ങ അച്ചാർ ഇടുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ്. ഇത്രയും നേരം വീഡിയോ കണ്ട എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.